അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം യമഹ XSR കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വാഹനം ഇറങ്ങിയതിനു ശേഷം നീണ്ട നാളത്തെ കാത്തിരിപ്പൊന്നും വേണ്ടി വന്നില്ല. ഷോറൂമിൽ ചെന്ന് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആസ് ഏർലി എനിക്ക് തോന്നുന്നൊരു 7 days ഓർ 14 days മാക്സിമം അതിനകത്ത് നിങ്ങൾക്ക് വണ്ടി കിട്ടും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ വാഹനം ടെസ്റ്റ് റൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ തന്നെ 2 ഷോറൂം വിസിറ്റ് ചെയ്തിട്ട് 2 സ്ഥലത്തൊന്നും എനിക്ക് ടെസ്റ്റ് റൈഡ് കിട്ടിയില്ല. അതിനൊരു കാരണം ഷോറൂമിൻ്റെയൊക്കെ ഒരു ഇൻഡിവിജ്വൽ റിലീസസ് വരുന്നതിന് മുന്നേ തന്നെ ഈ വാഹനത്തിന് പബ്ലിക്കിൻ്റെ ഇടയിൽ ഭയങ്കര ഒരു സ്വീകാര്യത വന്നു. അതിനൊരു മെയിൻ റീസൺ പഴയ RX100 എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി ബൈക്ക് തന്നെയാണ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ വാഹനമാണിതെന്ന് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു വികാരം എന്ന് പറയുന്നത് ആ ഒരു വികാരം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. അപ്പോൾ ആ ഒരു പേഴ്സണൽ വികാരം ഉള്ളൊരു ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേക്ക് കമൻ്റായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ബുക്കിംഗ് ആ രീതിയിലാണ്. അതായത് 5000 രൂപ മുടക്കിയ ആളുകൾ ബുക്ക് ചെയ്യുന്നു, വാഹനം ഒരാഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കോ അകത്ത് വരുന്നു. അവിടെ ഈ രാഷ്ട്രീയ സ്വാധീനം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സ്വാധീനിച്ച് നേരത്തെ വാഹനം കിട്ടുന്നവരുമുണ്ട്. എന്നാൽ ഏറിയ ഒരു 2 ആഴ്ചയ്ക്കകത്ത് അവർ വാഹനം ഡെലിവറി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കോമഡി എന്ന് പറയുന്നത് വാഹനം സ്റ്റോക്ക് കണക്കിന് വരുന്നു, ഇതൊന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പോലും ഷോറൂമിൽ വെക്കാൻ പറ്റുന്നില്ല, അതിനനുസരിച്ച് അതിൻ്റെ സെയിൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വളരെ നിയർ ബൈ ആയിട്ടുള്ളൊരു ഷോറൂമിലാണ് പോയി ബുക്ക് ചെയ്തത്. അവിടെ തന്നെ ഞാൻ ഈ വാഹനം ഇറക്കുന്ന ദിവസം ഒറ്റ വണ്ടിയാണ് ഡിസ്പ്ലേക്ക് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഈ ഒരു ഷോറൂം എന്നല്ല, എല്ലാ ഷോറൂമിൻ്റെ അവസ്ഥ ഇത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെയാണ് യമഹ നെയിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇതിൻ്റെ ഡയറക്റ്റ് കോമ്പീറ്റൻ്റ് എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ 100 തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പക്ഷേ എഞ്ചിൻ്റെ കപ്പാസിറ്റി വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് TVSൻ്റെ റോണിനാണ്. എനിക്കൊന്നൊരു നെക്ക് ആൻഡ് നെക്ക് കോമ്പീറ്ററായി മാറുന്നത് റോണിനാകാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇപ്പം ഞാനിപ്പോൾ കറൻ്റ്ലി ഈ വാഹനത്തെക്കുറിച്ച് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. പിന്നെ എല്ലാവരും എവിടെയും മെൻഷൻ ചെയ്യുന്ന ഒരു കമൻറ്റ് ഇതിൻ്റെ അടി എപ്പോഴും തട്ടുന്നു എന്നുള്ളതാണ്. ഞാനും എൻ്റെ വൈഫും അത്യാവശ്യം തടിയുള്ളവരാണ്. പക്ഷെ ഞങ്ങൾ ഇതുവരെയുള്ള ഒരു ഹമ്പുകൾ, അത്യാവശ്യം വലിയ ഹമ്പുകളൊക്കെ ഓടിച്ച് ചാടി നോക്കിയിട്ടൊന്നും ഇതുവരെ എങ്ങും തട്ടുന്നുണ്ടായിരുന്നില്ല. അതിന് കാരണം ആ സ്റ്റിഫ് സസ്പെൻഷൻ തന്നെയാണ്. ഒരുവിധമുള്ള ഹംസും പോട്ട് ഹോൾസും ഒക്കെ ഈ ഒരു സസ്പെൻഷൻ മാനേജ് ചെയ്യുന്നുണ്ട്. അതായത് സസ്പെൻഷൻ അങ്ങനെ ബോട്ടം ഔട്ട് ആവുന്നൊന്നുമില്ല, പക്ഷെ നമ്മുടെ ബോട്ടത്തിന് അത്യാവശ്യം നല്ല ഇടി കിട്ടുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ് ഇതിൻ്റെ ഒരു റൈഡിങ് ഫീൽ എന്ന് പറയുന്നത്. എടുത്തു പറയേണ്ടത് 7000 RPM കഴിയുമ്പോൾ ഉള്ള എഞ്ചിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. മറ്റൊരു ക്യാം പ്രൊഫൈലിലേക്ക് ഒരു ട്രാൻസിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പെർഫോമൻസ്, ഞാൻ ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു കുഞ്ഞു വാഹനം, എടുത്തു പറയേണ്ടത് 155cc എഞ്ചിനിലാണ് ഈ ഒരു പെർഫോമൻസ് ത്രോട്ടിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതിൽ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ഒരുപക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം, എനിക്കത് ഭയങ്കര ഫൺ ടു റൈഡ് തന്നെയായിരുന്നു. സോ അപ്പോൾ എന്തായാലും വിശദമായിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം.